വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു ഓറിയോ ചീസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. വെറും 10 മിനിറ്റ് മതി, കുക്കിംഗ് ഒന്നും വേണ്ട, മോൾഡും വേണ്ട. അതിനുള്ളൊരു എളുപ്പവഴി കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ 7 പാക്കറ്റാണ് വേണ്ടത്. ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് 4 ബിസ്ക്കറ്റാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം 28 ബിസ്ക്കറ്റാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഈ 28 ബിസ്ക്കറ്റും ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ക്രീം ഒന്ന് മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്ക് ഇടാം. ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വടിച്ചെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ക്രീം നമുക്ക് ചീസ് മിക്സ്ചറിൽ ഫോൾഡ് ചെയ്യാനുള്ളതാണ്. ബാക്കിയുള്ള ബിസ്ക്കറ്റ് നമുക്ക് ബേസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കവറിലിട്ടിട്ട് തവി കൊണ്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് വല്ലാതെ ഒന്നും ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട. കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിൽ കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. ഞാനങ്ങനെ എല്ലാ ബിസ്ക്കറ്റും ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 ടേബിൾ സ്പൂണ് കുമിച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിത് ടോപ്പ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ബിസ്ക്കറ്റ് പൊടിച്ചതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബട്ടറൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മോൾഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പഴയ ഏതെങ്കിലും പ്ലാസ്റ്റിക് പാത്രം ഒരു ഡബ്ബയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്ത് ഒരു റിങ് പോലെ ആക്കിയെടുത്താൽ മതി. എന്നിട്ട് അത് ഒരു പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മൾ ചീസ് കേക്കിൻ്റെ മോൾഡ്. ഇതിലാണ് ഞാൻ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത്. നേരത്തെ നമ്മൾ ബട്ടർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ബിസ്ക്കറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന രീതിയിൽ വേണം ലെവൽ ചെയ്യാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അമർത്തിയിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഈ ഒരു സമയത്ത് ഞാൻ 30 ml തിളച്ച വെള്ളത്തിലേക്ക് 5 ഗ്രാം, അതായത് 1 ടീസ്പൂണ് ജലാറ്റിൻ ഇട്ടിട്ട് നന്നായിട്ട് അലിയുന്ന വരെ മിക്സ് ചെയ്യാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു 300 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റോ ഹെവിയോ ഒന്നല്ല, നോർമൽ ക്രീം ചീസാണ്. നമുക്കിതൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഉറച്ചിട്ടാണുള്ളത്, കാരണം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചതിന് ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് ഷുഗർ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഐസിങ് ഷുഗർ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലുള്ള ക്രീമില്ലേ, അതും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ജലാറ്റിൻ അപ്പോഴേക്കും ചൂട് തണഞ്ഞിട്ടുണ്ട്. ചൂട് തണഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് ആക്കിയെടുക്കണം. അപ്പോൾ ഇത് വലിയ പണിയൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ടെക്സ്ചറായിട്ട് കിട്ടും. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കണം. പക്ഷേ നല്ല സ്റ്റിഫാവുന്ന വേണ്ട, ഒന്ന് തിക്കാവുന്ന പാകം വരെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തത്. നിങ്ങളുടെ കയ്യിലുള്ളത് മധുരമുള്ള വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരൻ്റെ അളവ് കുറച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ നിങ്ങൾ വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചീസ് മിക്സ്ചറിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാടൊന്നും നിങ്ങൾ വിസ്ക് ഒന്നും ചെയ്യരുത്. നന്നായിട്ടൊന്ന് ഫോൾഡ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചില ഉപയോഗിക്കാം. എന്നിട്ട് നല്ല നീറ്റായിട്ട് കട്ടയൊന്നുമില്ലാതെ സ്മൂത്തായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡിയാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രീസറിൽ സെറ്റാകാൻ വെച്ച ബേസ് എടുക്കാം. അപ്പോൾ ഈ ബേസൊക്കെ ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ നല്ല ഹാർഡായിട്ട് തന്നെ ഫീലാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ക്രീം ചീസിൻ്റെ ഫില്ലിങ് വെക്കാം. അപ്പോൾ ക്രീം ചീസിൻ്റെ ഫില്ലിങ് നിങ്ങളിതിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി എടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സെറ്റായി കിട്ടും. നമ്മൾ ജലാറ്റിൻ ഇട്ടത് കാരണം. നിങ്ങൾക്ക് ജലാറ്റിൻ്റെ പകരം വേണമെന്നുണ്ടെങ്കിൽ അഗറിൻ്റെ പൗഡർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റ് പൊടിച്ച പൗഡറില്ലേ, അതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്രീം ചീസിൻ്റെ ഫില്ലിങ് ലെവൽ ചെയ്തപോലെ തന്നെ ഇതും ഒന്ന് ലെവൽ ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേ നിങ്ങൾക്കിത് ശരിക്കും സെറ്റായി കിട്ടുള്ളൂ. രാത്രി മുഴുവൻ വെക്കണേ അത്രയും നല്ലത്.
അപ്പോൾ ഇത് ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ വശങ്ങളിലുള്ള ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേണം ഇത് പൊക്കിയെടുക്കാനായിട്ട്. പൊക്കിയെടുക്കുന്ന സമയത്ത് നല്ല കെയർഫുള്ളായിട്ട് എടുക്കുക. കാരണം നിങ്ങളെ ക്രീമും ഇത് ബിസ്ക്കറ്റും ഒന്ന് പൊടിഞ്ഞു പോകരുത്. അതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് തന്നെ നിങ്ങളിത് ലിഫ്റ്റ് ചെയ്യുക. സൈഡിൽ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റ് പൊടിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചീസ് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. മോൾഡിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ അധികം സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരുപാട് പേര് ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.